ഡാൻസ് ബാർ ഈ മാസം ജൂൺ 15-ാം തീയതി ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ്. അപ്പം ആരും മറക്കണ്ട, എല്ലാവരും വരിക. നമുക്ക് ഡാൻസും അതുപോലെ അടിപൊളി ഫുഡും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാം. അതുപോലെ ബില്യാർഡ്സ് ഉണ്ട്, ശീശയുണ്ട്. നമുക്ക് അവിടെ ഇവിടെയും കാണിക്കുന്നതും ഒക്കെ നിർത്തിയിട്ട് പ്രാർത്ഥിച്ച് മറ്റുള്ളവരോട് ബഹുമാനം കാണിച്ച് ഇനിയും ഒന്ന് അടങ്ങി ജീവിക്കും. പിന്നെ നിങ്ങൾ അവിടെ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് ബിഷപ്പിന്റെ അടുത്ത് പോയി ക്ഷമ ചോദിക്കും. പിന്നെ നിങ്ങൾ കുറെ പേരോട് നിങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പിന്നെ എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഈ ഒരു വീഡിയോ രേണുവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, രേണു ബഹ്റിനിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ. അതിൻ്റെ അകത്ത് ഈ പറയുന്ന കൊല്ലം സുധിയുടെ ചരമ ദിവസം ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ അവരുടെ വീട്ടിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ഈ തിരുമേനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും തിരുമേനിയെ തെറിവിളിച്ചുകൊണ്ടും കമന്റ് ഇട്ടിരുന്നത്. അത് വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ക്ഷമിച്ചു കൊടുക്കേണ്ടത് അദ്ദേഹം ഒരു ദൈവപുരുഷനായതുകൊണ്ടും അദ്ദേഹം ദൈവത്തോട് എന്താ പറയുക അടുത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ടും പ്രാർത്ഥനാമുഖരിതമായി ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ചെയ്തതിൽ എന്താണ് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹം വീണ്ടും ഈ പറയുന്ന സുതിലയത്തിലേക്ക് ചെന്നിരിക്കുകയാണ്. ആ സുതിലയത്തിൽ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രേണുസുതി നാട്ടിൽ വരികയും രേണുസുതി ഈ ബിഷപ്പിനെ ക്ഷണിക്കുകയും ബിഷപ്പ് അവിടെ പോയി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ആ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രേണു പങ്കുവച്ചിരിക്കുന്നത്. അതിന് താഴെയും നിരവധി ബാഡ് കമന്റ് വന്നിട്ടുണ്ട്. എന്നാൽ ബാഡ് കമന്റിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കമന്റ് ആണ് ഇപ്പൊ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും രേണു ബിഷപ്പുമായി നിന്നുകൊണ്ടുള്ള ഫോട്ടോ പങ്കുവെച്ച് എന്താണ് കുറിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു ഫോട്ടോ പങ്കുവച്ചിരുന്നു. അത് മാത്രമല്ല ഇന്ന് ഫേസ്ബുക്കിലും രേണു ഈ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ട് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ സുതിലയത്തിൽ ഇന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമാണ്. താങ്ക് യു തിരുമേനി. എന്റെ ഭാഗത്തു നിന്നും അങ്ങയ്ക്ക് ഉണ്ടായ വിഷമത്തിന് മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രേണു കുറിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ രേണുവിന് മനസ്സിലായി ഈ രേണുവിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും രേണുവിന് മനസ്സിലായത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. ഞാൻ പലപ്പോഴായിട്ടും എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എത്ര ഉയരത്തിൽ പറക്കുന്ന പക്ഷിയായാലും സമ്മാനം മേടിക്കാൻ താഴെ വരണമെന്ന്. അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം കൊണ്ടു നടന്ന രേണു ഇപ്പോൾ ഈ നിലയിലേക്ക് എത്താനുണ്ടായ കാരണം എന്താണ്? ദൈവം കൊടുത്ത അടി. ഈ അടി ആർക്കും സംഭവിക്കരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. ആർക്കും, ഒരു ശത്രുവിന് പോലും ഇങ്ങനെ ഒരു അടി സംഭവിക്കരുത്. ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു അസുഖം വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇന്നലെ 10-ാം തീയതിയാണ് ഈ പറയുന്ന രേണുസുതി ബഹ്റിനിൽ നിന്നും നാട്ടിൽ വന്നത്. എന്നാൽ മീഡിയകൾ ആരുമില്ലായിരുന്നു. ഇങ്ങനെ ഒരു അന്തരീക്ഷം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. കാരണം രേണു വരുമ്പോഴത്തേനും മീഡിയക്കാർ വരുന്നു, രേണുവിന്റെ വായി തോന്നുന്ന കാര്യങ്ങൾ പറയുന്നു, അത് പിന്നെ ഒരു വലിയൊരു കോൺട്രവേഴ്സി ആകുന്നു, ചർച്ചയാകുന്നു, ആൾക്കാരെടുത്ത് സംസാരിക്കുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ രേണു വന്ന സമയത്ത് മീഡിയക്കാരോ ഒന്നുമില്ല, ആരും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്, രേണുസുതി എയർപോർട്ടിൽ വന്ന സമയത്ത് രേണുസുതിയെ തടഞ്ഞു വയ്ക്കുകയും രേണുസുതിയെ എന്താ പറയുക പരിശോധിക്കുകയും ചെയ്തിരുന്നു. 2-3 മണിക്കൂറോളം രേണുസുതിയെ പരിശോധിച്ചു. അത് പരിശോധിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കുറെ വാർത്തകൾ പുറത്തു വന്നതോടുകൂടിയും അവർക്കെതിരെ പരാതി വന്നതോടും കൂടിയാണ് ഇവരെ പരിശോധിച്ചത്. എന്നാൽ ഒന്നും അവർക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. കസ്റ്റംസ് ഒക്കെ അവരെ പിടിച്ചു വെച്ചിരുന്നു. എന്നിട്ട് ഒടുവിൽ ഇവരുടെ എന്താ പറയുക ഇവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചിട്ടാണ് ഇവർ പുറത്തു വന്നത്. കാരണം ഇവരുടെ ചികിത്സ തുടങ്ങേണ്ടതായിട്ടുണ്ട്. വളരെ സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയിലൂടെയാണ് രേണുസുതിയുടെ പോക്ക്. രേണുസുതിയെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ക്ഷീണിച്ച് ഒരു എന്താ പറയുക എല്ലും തോലും ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പലപ്പോഴായിട്ടും രേണുവിനെ നമ്മൾ വിമർശിച്ചിട്ടുണ്ടെങ്കിലും രേണു എന്ന് പറയുന്ന എന്തോ ആളോട് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ രേണു പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളോടും നമുക്ക് എതിർപ്പുണ്ടായിരുന്നു. നമ്മൾ അത് പറയുകയും ചെയ്തു, വിമർശിക്കുകയും ചെയ്തു. തിരുമേനിക്കെതിരെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഓക്കെ, എന്തായാലും രേണുവിന് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും ഇന്നലെ രേണു ഇൻസ്റ്റയിൽ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പോയി ഒരു കമന്റ് ഇട്ടിരുന്നു. തിരുമേനി അല്ല ബിഷപ്പും വന്നിട്ട് അതിൻ്റെ അകത്തൊരു കമന്റ് ഇട്ടിരുന്നു. എന്തായാലും ആ കമന്റ് ഞാനൊന്ന് വായിക്കാം. ബിഷപ്പ് എഴുതിയ കമന്റ് ഇങ്ങനെയായിരുന്നു: ഡിയർ സിസ്റ്റർ രേണു ആൻഡ് ഫാമിലി, മേ ഗോഡ് ബ്ലസ് യു ഓൾ. വി ആർ പ്രേയിങ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് തൊട്ട് താഴെ ഞാൻ വന്ന് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു: ചെയ്ത തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അത് പരസ്പരം ക്ഷമിച്ച് മുന്നേറുമ്പോഴാണ് ദൈവസ്നേഹം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുള്ള ഒരു കമന്റ് ആയിട്ടുണ്ടായിരുന്നു. അതൊരു 304ഓളം ലൈക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഇപ്പോഴാണ് രേണുവിന് ഇങ്ങനത്തെ ഒരു എന്താ പറയുക തോന്നൽ തോന്നിയതും ബിഷപ്പിനോട് പോയി അനുഗ്രഹം വാങ്ങുകയും തെറ്റുകൾ ക്ഷമിക്കണമേ എന്ന് പറയുകയും ചെയ്തത്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇച്ചിരി നേരത്തെ ആകാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു എന്താ പറയുക പോസ്റ്റ് ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ ഇൻസ്റ്റയിലും ഇട്ടപ്പോൾ നിരവധി ആൾക്കാരെ കമന്റുമായിട്ട് എത്തിയിട്ടുണ്ട്.
അതിൽ കുറച്ച് വൃത്തികെട്ട കമന്റ് ഉണ്ട്, കുറെ പേര് എന്താ പറയുക സത്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കമന്റുകളുണ്ട്. അതിൽ ഒരുത്തൻ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് നിതിൻ നിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഇട്ടിരിക്കുന്നത്. അവൻ എഴുതിയിരിക്കുകയാണ് ഇത് അത് അച്ഛന്റെ കൊച്ചാണോ എന്ന്. അതായത് ഇതിന്റെ ഫോട്ടോയും ഉണ്ട്, അതിന് വെച്ച് പറഞ്ഞിരിക്കുകയാണ് ഇവൻ അത് അച്ഛന്റെ കൊച്ചാണോ എന്ന്. ഇവനേക്ക് എന്താ പറയേണ്ടത്? പിന്നെ അടുത്തൊരു കമന്റ് നിങ്ങൾ കാണേണ്ട ഇതാണ്, മഴയൊക്കെ അല്ലേ, ബിഷപ്പിനും കാണില്ലേ വിശപ്പും വികാരങ്ങളും, നാണം കെട്ട ബിഷപ്പ്, എല്ലാം പുറത്ത് ചെന്ന് കയറിക്കൊടുത്തു, അവളിനി ഇത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കും എന്നാണ് ഈ ഒരു കമന്റ്. അതിന് താഴെ എന്താ പറയുക, ഇത് പഞ്ചപരാതം പിള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനായിട്ടിരിക്കുന്നത്. അതിന് താഴെ അനുപമ എന്ന് പറയുന്ന ഒരാൾ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പഞ്ചപരാതം പിള്ള, എന്നാലും ഒരു ബിഷപ്പിനെ കുറിച്ച് ഇത്രയും മോശമായി കമന്റ് ഇടാൻ എങ്ങനെ തോന്നി? ഏത് പിള്ളയായാലും ചാണകമായാലും നിങ്ങൾക്കുള്ള ശിക്ഷ അധികം വൈകാതെ വരും. കാരണം കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ചേച്ചിയും അദ്ദേഹത്തെ മോശമായിട്ട് വിളിച്ചതായിരുന്നു. അതൊന്ന് ഓർക്കുന്നത് നിങ്ങൾക്ക് നല്ലത്. സത്യമാണ്, ഈ ബിഷപ്പിനെ വളരെ മോശമായിട്ട് പറഞ്ഞ ഒരാളാണ് രേണു. രേണുവിന് ഈ ഒരു അടി കിട്ടിയത് എന്തിന്റെ ഭാഗമാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ദൈവകോപം വലിച്ചു വെച്ച ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരിക്കലും രേണു ചെയ്യാൻ പാടില്ലായിരുന്നു. രേണു അത് ചെയ്തു. രേണുവിന് ആ ഒരു ഇത് കിട്ടി. പക്ഷെ ഇത് ആർക്കും കിട്ടരുത്, പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ബിഷപ്പ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ. ഓക്കെ, അടുത്തൊരു കമന്റ്, നീ ഇപ്പോൾ വലിയൊരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചതിലുള്ള ശിക്ഷയാണെന്ന് കൂട്ടിക്കോ. നിന്റെ ഈ തിരിച്ചറിവ് നല്ലതിനാവട്ടെ. ഏത് ഉയരത്തിൽ പോയാലും താഴെ വന്നേ സമ്മാനം വാങ്ങാൻ പറ്റൂ. മറ്റുള്ളവരുടെ സപ്പോർട്ട് കണ്ട് നീ കുറെ കിടന്ന് തിളച്ചതല്ലേ. അദ്ദേഹത്തിന് നിന്നോട് ക്ഷമിക്കാൻ പറ്റിയത് തന്നെ വലിയ പുണ്യം. നീയും നിന്റെ കൂട്ടരും അത്രയ്ക്ക് അധിക്ഷേപിച്ചു അദ്ദേഹത്തെ. ഓക്കെ, അങ്ങനെ ഒരു കമന്റ്. ഈ കമന്റിൽ പറയുന്ന കാര്യങ്ങൾ സത്യം തന്നെയല്ലേ? അടുത്തൊരു കമന്റ്, ഒടുവിൽ തിരുമേനി കക്കൂസിൽ തന്നെ തിരിച്ചെത്തി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കമന്റ്. പിന്നെ വേറെ ഒരു സൂസൻ തോമസ് എന്ന് പറഞ്ഞ ഒരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ്, ഇവൾക്ക് ബിഷപ്പിനോട് സ്നേഹം ഉണ്ടായിട്ടല്ല മാപ്പ് പറഞ്ഞു എന്ന് സമൂഹത്തിൽ കാണിച്ച് മനുഷ്യരുടെ സഹതാപം പിടിച്ചു പറ്റാനാണ് ബിഷപ്പ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ, ഇതിനും നെഗറ്റീവ് കാണുന്ന നിന്നെയൊക്കെ എന്തു പറയാൻ, കഷ്ടം, ഒരാളെ നമുക്ക് ഇഷ്ടമില്ല എങ്കിൽ വീഡിയോ കാണരുത്. അവര് പറഞ്ഞത് രേണു മുമ്പ് ചെയ്ത കാര്യങ്ങളുടെ ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനത്തെ കമന്റുകൾ ഇടുന്നത്. ഇനിയിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ബിഷപ്പിനോട് ക്ഷമ പറയുകയും ബിഷപ്പിനെ വിളിക്കുകയും ചെയ്തപ്പോൾ ബിഷപ്പ് അവിടെ പോയി പ്രാർത്ഥിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു കമന്റ്, ഇതൊക്കെ അവളുടെ 19ാമത്തെ അടവല്ലേ, ബിഷപ്പിനെ മാപ്പ് പറഞ്ഞ് കൂടെ കൂട്ടിയാൽ കിച്ചുവിനെ ഒഴിവാക്കിയെടുത്ത് വീടും സ്ഥലവും ചുളിവിൽ സ്വന്തമാക്കാം. നീ എങ്കിലും നാട്ടുകാരെയും ജനങ്ങളെയും വെല്ലുവിളിക്കാതെ അഹങ്കാരം വെച്ച് കെട്ടിയ സാധനങ്ങളൊക്കെ അഴിച്ചു മാറ്റി സ്തുതി ഉണ്ടായിരുന്നപ്പോൾ നീ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ അടങ്ങി ഒതുങ്ങി പ്രാർത്ഥിച്ച് കൊച്ചിനെ നോക്കി മര്യാദയ്ക്ക് ജീവിക്കടി. പറന്നുപോകുന്ന പക്ഷിയുടെ ആത്മാവും നിലത്ത് വീണതിന് ശേഷം മാത്രമാണ് ജീവൻ പോകുന്നത്. നിന്റെ അഹങ്കാരം നിന്നെ കൊണ്ടെത്തിച്ചത് അവിടെയാണെന്ന് നീ ഇനിയും മനസ്സിലാക്കുക. നല്ല ജോലി ചെയ്ത് 2 മക്കളെയും ചേർത്ത് പിടിച്ച് മാന്യമായി ജീവിച്ചിരുന്നെങ്കിൽ നിനക്ക് സ്തുതിയുടെ മകൻ ഒരു താങ്ങായി എന്നും കൂടെ ഉണ്ടായേനെ. സമയമുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. എന്ത് അർത്ഥവത്തായിട്ടുള്ള ഒരു കമന്റ്. ആരാണ്? ഓമന, MK ഓമന. സൂപ്പർ കമന്റ് ആണ്. ഓക്കെ, കണ്ടോ, ആൾക്കാര് ഇത് പറയുന്നത് അവരുടെ വിഷമവും ഇപ്പൊ രേണുവിന് സംഭവിച്ചിരിക്കുന്ന ആ ഒരു ഇതൊക്കെ കണ്ടുകൊണ്ട് ആൾക്കാർ ഇടുന്നതാണ്. ഒരിക്കലും രേണുവിനെ ആർക്കും എന്താ പറയുക വ്യക്തിപരമായിട്ട് ദേഷ്യമുണ്ടെന്ന് തോന്നുന്നില്ല. രേണു കാണിച്ച വൃത്തികേടുകൾ, രേണു കാണിച്ച പ്രവൃത്തികൾ ആർക്കും ഇഷ്ടപ്പെടാതെ പോയതാണ്. ഓക്കെ, അടുത്തൊരു കമന്റ്, ഇപ്പോൾ അഹങ്കാരം കുറഞ്ഞതുകൊണ്ട് അവിടെ ചെന്നത് കുഴപ്പമില്ല, ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ ബിഷപ്പ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസരം വന്നാൽ ഇവൾ പറഞ്ഞുണ്ടാക്കും ബിഷപ്പ് ഇവളെ ശ്രമിച്ചെന്ന്, അതുകൊണ്ട് ബിഷപ്പ് കൂടുതൽ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കമന്റ് ബിന്ദു സോമൻ ബിന്ദു എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ബിഷപ്പാമ്പിന്റെ വിഷം മാറിയോടി ചെറ്റേ, ഇതാ അച്ഛൻ പറഞ്ഞത് തേഞ്ഞൊട്ടി വരുമെന്ന്. അത് കറക്റ്റാണ്. അച്ഛന്റെ ശാപം ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചോണ്ട് എവിടെയെങ്കിലും ഇരിക്കാനല്ലേ നീ പറഞ്ഞത്. ഇനിയുള്ള കാലം പ്രാർത്ഥിച്ചോണ്ട് നീ അടങ്ങി ഒതുങ്ങി ഇരിക്ക്. തുണി പൊക്കി കാശുണ്ടാക്കാതെ അഹങ്കാരത്തിന്റെ ഫലം ആപത്ത്. ഇനിയാണെങ്കിലും അതാണ് അവസ്ഥ. ഇപ്പോ ഒന്നും അറിയാത്ത മട്ടിൽ പാപത്തിന്റെ കൂട്ട് ഒരു നിൽപ്പുണ്ടല്ലോ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഇട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വേറൊരു കമന്റ്, ദയവ് ചെയ്ത് രേണു ചേച്ചി, ഗോഡ് ബ്ലസ് യു. ജീവിക്കാൻ പണം വേണം, ശരി തന്നെ, 100%. ബട്ട് അത് നേടുന്നത് ഒരിക്കലും സമൂഹം പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന, അവഹേളിക്കുന്ന രീതിയിലാവരുത്. എന്റെ പൊന്നെ, അടിപൊളി ഒരു കമന്റ്. അനുപമ VS. ആൾക്കാര് പറയുന്നത് അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അടുത്തൊരു കമന്റ്, നല്ല മനസ്സിന്റെ ഉടമ അച്ഛന്റെ ശാപമല്ല. മനുഷ്യൻ ആരായാലും എന്തായാലും
ഞാനെന്ന ഭാവം നന്നല്ല. എപ്പോഴും നന്ദി ഹൃദയത്തിൽ സൂക്ഷിക്കണം. ആ നന്ദിയില്ലായ്മയാണ് മാതാപിതാക്കളെ ദ്രോഹിക്കുന്നതിനും കടന്നു പോകുന്ന വഴിയിലെ കൈത്താങ്ങ് മറക്കുന്നതും. അവർക്ക് എവിടെയെങ്കിലും പതനം ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമന്റാണ്. കാരണം ഇതൊക്കെ മറന്നു പോകുന്നവർക്ക് ഒരു നാൾ ഒരു പതനം ഉണ്ടാകും എന്നാണ് അവരൊക്കെ പറയുന്നത്. ഇതൊക്കെ രേണുവിനോടുള്ള ആ ഒരു എന്താ പറയുക ഒരു ദേഷ്യമുണ്ടല്ലോ, മുമ്പ് രേണു കാട്ടിക്കൂട്ടിയ ആ ഒരു കാര്യത്തിലുണ്ടായ ദേഷ്യം, അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനത്തെ കമന്റുകൾ ഇടുന്നത്. എന്തായാലും ഇപ്പോൾ രേണുവിന്റെ രോഗത്തിന്റെ വിവരം എന്താ പറയുക, അത് എങ്ങനെ ഞാൻ പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും രേണു തന്നെ അത് വന്ന് നിങ്ങളോട് ഓരോരുത്തരോടും പറയും. എല്ലാം സുഖപ്പെടട്ടെ, പെട്ടെന്ന് തന്നെ എല്ലാം എന്താ പറയുക രോഗത്തിൽ നിന്ന് റിക്കവർ ആകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും 4th സ്റ്റേജ് ഒക്കെ ആണെന്നാണ് ഞാൻ അറിയാനായിട്ട് സാധിച്ചത്. പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ. എന്താ പറയുക, ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുതെന്നാണ് ഞാൻ പറയുന്നത്. ഞാനെന്നല്ല, എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. പിന്നെ ബിഷപ്പ് പോയി അവിടെ പ്രാർത്ഥിച്ചത്, ബിഷപ്പിനോട് ക്ഷമ പറഞ്ഞ് ബിഷപ്പിന്റെ കാലേ വീണ് എന്താ പറയുക, ചിലപ്പം ഈ രേണു മാപ്പ് ചോദിച്ചിട്ടുണ്ടാവാം. കാരണം പറയാൻ പാടില്ലാത്ത വാക്കുകൾ വായിൽ നിന്ന് വന്നുപോയ ഒരാളാണ് രേണു. ഈ പറയുന്ന ബിഷപ്പിനോട് മാത്രമല്ല, പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയുക, കുറെ മീഡിയക്കാരെ കാണുമ്പോൾ അവർ എന്താ പറയുക, അവരുടെ പിന്നെ റീച്ചിന് വേണ്ടി പല കാര്യങ്ങളും അവർ ചോദിക്കും. അപ്പോൾ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രേണു ഇത്രമാത്രം സങ്കടത്തിലൂടെ കടന്നു പോകുന്നത്. ഈ സങ്കടത്തിൽ ആരൊക്കെ ഉണ്ടാകും? രേണുവിന്റെ പുറകെ മൈക്കും പിടിച്ചുകൊണ്ട് ക്യാമറയും പൊക്കിക്കൊണ്ട് നടന്നവന്മാരൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയാം. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും